ഇന്ന് രാവിലെ 11:30 അയ്യപ്പദാസിൻ്റെ പോലീസ് ഒരു KSRTC ഡ്രൈവറെ ആ വണ്ടി പോലീസ് ജീപ്പിൻ്റെ കണ്ണാടിയിലൊന്ന് ഉരസിയെന്നും പറഞ്ഞുകൊണ്ട് അടിച്ച് ചെവി പൊട്ടിച്ചു. നോക്കൂ, അതിനും നമ്മുടെ അയ്യപ്പദാസ് എന്തു പറയും? മറ്റൊരു ഒറ്റപ്പെട്ട സംഭവം, എത്രയോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ. ഈ ഇടിയൻ പോലീസ് ഇവർക്ക് എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? ഈ മുന്നിലുള്ള പൗരന്മാർ അല്ലെങ്കിൽ നികുതിദായകനായ പൗരന്മാർ ഇവരുടെ അടിമകളാണെന്നും കാക്കിയിട്ട് കഴിഞ്ഞാൽ ആരെ തല്ലാമെന്നും കൊല്ലാമെന്നും ഇവർ ധരിച്ചു വശായിരിക്കുകയാണ്. കാരണം ഇവരെ നയിക്കുന്നവർ അങ്ങനെയുള്ള ഒരു ഗ്രീൻ സിഗ്നലാണോ ഇവർക്ക് കൊടുക്കുന്നത് എന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ അദേഷ്ട സർവഭൂതാന മൈത്രകരുണ ഏവജ എന്ന് ഉരുവിട്ടുകൊണ്ട് ഇന്ന് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് അഭിനയിക്കുകയായിരിക്കും അയ്യപ്പദാസ്. അദ്ദേഹമാണ് പറഞ്ഞ ഗീതയിലെ 12-ാം അധ്യായത്തിൽ 13 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകമാണ് മുകളിൽ ഉദ്ധരിച്ചത്. എല്ലാവരെയും സ്നേഹിക്കുക, ആരോടും വിദ്വേഷമരുതേ, സമചിത്തതയോടും സമ്മിക്കായും പെരുമാറിക്കഴിഞ്ഞാൽ ഈ ലോകത്തെ ജീവിതം ഏറ്റവും മനോഹരവും സന്തോഷനിർഭരവുമായിരിക്കും. കാലുഷ്യമരുതേ, അവനാണ് യഥാർത്ഥ ഭക്തനെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പോലീസാണ് പൗരൻ്റെ മേൽ കുതിര കയറുന്നത്. എത്രയെത്ര ഒറ്റപ്പെട്ട സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഇതുപോലൊരു വയോധികനെ കുറ്റം തെളിയിക്കാൻ ഇടിച്ച് ശരിയാക്കിയെന്നോ അയാളിപ്പോൾ വെന്റിലേറ്ററിലാണെന്നും കേട്ടു. എൻ്റെ കാരണഭൂത ഉപദേശം എല്ലാവർക്കും നല്ലതാണ്, പക്ഷെ അത് ജീവിതത്തിൽ പ്രവൃത്തിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. ഓരോരോ വേഷം കെട്ടുമ്പോൾ ദയനീയമായിട്ട് അത് പൊളിഞ്ഞു വീഴുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വൈക്കത്ത് നടന്ന സംഭവം.